ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ അർച്ചന അജികുമാർ. കർത്താവിൽ പ്രിയരെ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആമേൻ. പ്രിയരെ, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ അപ്പോസ്തലന്മാരെ ആദ്യമായി അയക്കുമ്പോൾ എതിർപ്പുകൾ നാനാഭാഗത്തു നിന്നും നേരിടേണ്ടി വരുമെന്ന് യേശു കർത്താവ് മുന്നറിയിപ്പ് നൽകി. പ്രൈസ് ദ ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 5, 18, 22 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. സ്തോത്രം. എന്നാൽ അത്തരം എതിർപ്പുകൾ ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിൽ അപ്പോസ്തലന്മാർ പരാജിതപ്പെടേണ്ടതില്ല എന്ന് മുൻകൂട്ടി തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ യേശു കർത്താവ് അറിയിച്ചു കൊടുത്തിരുന്നു. ആമേൻ. പ്രിയ ദൈവജനമേ, ശ്രദ്ധിക്കണമേ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10 ഇപ്രകാരം പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആമേൻ. ദൈവേഷ്ടത്തോടും കർത്താവിൻ്റെ കൽപ്പനകളോടുമുള്ള പറ്റിനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ നീതി അളക്കപ്പെടുന്നത്. അപ്പോൾ നീതി നിമിത്തം കഷ്ടം സഹിക്കുക എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥകളോ നിലവാരങ്ങളോ ലംഘിക്കുവാനുള്ള സമ്മർദ്ദത്തെ ചെറുത്തു നിൽക്കുന്നത് നിമിത്തം കഷ്ടം സഹിക്കുക എന്നാണ് അർത്ഥം. പ്രിയരെ, അപ്പോസ്തലന്മാർ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം നിർത്താൻ വിസമ്മതിച്ചതുകൊണ്ട് യഹൂദ മത നേതാക്കൾ അവരെ പീഡിപ്പിച്ചു. എന്നിട്ടും അവർ പ്രസംഗിച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. ആമേൻ. മാത്രമല്ല, ദിനം പ്രതി ദൈവാലയത്തിലും വീടുകൾ തോറും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിച്ചുകൊണ്ടേയിരുന്നു. ആമേൻ. അവർ അനുഭവിച്ച പീഡനങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തി. തീഷ്ണതയോടെ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. പ്രിയരെ, ദുഷിയും പീഡനവും ഏൽക്കുമ്പോൾ സന്തോഷിപ്പിൻ. മത്തായി എഴുതിയ സുവിശേഷം 5:12 പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ മധ്യേ അനേകം പേർ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി പ്രതിഫലം നോക്കാതെ പഴിയും ദുഷിയും ഒറ്റപ്പെടലുകളും കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് തിരുനാമത്തിനു വേണ്ടി നിലകൊള്ളുന്നുണ്ട്. അവർക്കുള്ള പ്രതിഫലം വലുതാണ് എന്ന് തിരുവെഴുത്തുകൾ ഉറപ്പിക്കുന്നു. വരും തലമുറകൾ അങ്ങനെ ഉയർന്നു വരട്ടെ. ദൈവരാജ്യ വ്യാപ്തിക്കായി ഉറച്ച മനസ്സോടെ നീതി നിമിത്തം കഷ്ടം സഹിച്ച് ദൈവിക വ്യവസ്ഥ ലംഘിക്കുന്നവരായിട്ടല്ല, തിരുനാമം നിമിത്തം അപമാനം സഹിക്കുന്നവരായി യേശുവിനെ ക്രിസ്തു എന്ന് വിളിച്ചു പറയുന്ന തീഷ്ണതയോടെ സുവിശേഷം അറിയിക്കുന്ന തലമുറ എഴുന്നേൽക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.